ഒരു സ്റ്റോക്കിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന വില അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്ന വിലയിൽ നിന്നും എത്ര കണ്ട് ഡിസ്കൗണ്ടിലാണ് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ നോക്കി നിക്ഷേപിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബയസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 52 ആഴ്ചകളിലെ വില നിലവാരം മാത്രം നോക്കി നിങ്ങൾ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ബേസിക്കലി ചെയ്യുന്നത് ആ സ്റ്റോക്കിന്റെ കമ്പനിയുടെ ബിസിനസ് ഫണ്ടമെന്റൽസ് ഇഗ്നോർ ചെയ്യുന്നുള്ളതാണ്. എന്നാൽ പോപ്പുലർ വാല്യൂ ഇൻവെസ്റ്ററായ പീറ്റർ ലിഞ്ചിന്റെ അഭിപ്രായത്തിൽ ഈ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീസ്റ്റ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമല്ലാത്തൊരു ഡേറ്റയാണ്. ഒരു ബിസിനസിന്റെ ഗ്രോത്ത് കുറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂവിന്റെ മേളിൽ വളരെയധികം മേളിൽ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് പുതിയ റിസ്ക് ഫേസ് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് വീഴാം. നിക്ഷേപിച്ച് കഴിഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 52 ആഴ്ചയിലെ ഉയർന്ന വിലയിലേക്ക് ഈ സ്റ്റോക്ക് തിരിച്ചു കയറുമെന്നുള്ളതായിരിക്കും. ഇവിടെ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ റിട്ടേണിന്റെ എക്സ്പെക്ടേഷൻ ആങ്കർ ചെയ്തിരിക്കുന്നത് 52 ആഴ്ചയിലെ വില നിലവാരത്തിലാണ്. എന്നാൽ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മാറാത്തിടത്തോളം കാലം ആ സ്റ്റോക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ഈ ഒരു ബയസിന് ബിഹേവിയറൽ ഫിനാൻസിന് വിളിക്കുന്ന പേരാണ് ആങ്കറിംഗ് ബയസ്. എന്നാൽ വസ്തുത എന്താന്ന് പറഞ്ഞാൽ ദീർഘകാലത്ത് ഒരു സ്റ്റോക്ക് നീങ്ങുന്നത് അതിന്റെ ഏർണിംഗ് ഗ്രോത്ത് പൊട്ടൻഷ്യലിന്റെ ബേസിസിലാണ്. എന്നാൽ ഏർണിംഗ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ബിസിനസിന്റെ ഫണ്ടമെന്റൽസിന്റെ ബേസിസിലാണ്. ഈ പറഞ്ഞ ആങ്കറിംഗ് ബയസ് മനസ്സിലാക്കി ബിസിനസ് ശരിയായ രീതിയിൽ പഠിച്ചിട്ട് നിക്ഷേപത്തിന് തയ്യാറാകുക എന്നുള്ളതാണ് ഒരു യുക്തിപരമായ ഒരു നിക്ഷേപ തീരുമാനം.